ഞാൻ ഉമ്മാനെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ഉമ്മാക്ക് ഈ വിഷം കുത്തിവെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഉമ്മാക്ക് വിഷം കുത്തി കൊടുക്കുന്നവരല്ല, ഉമ്മാക്ക് അമൃതം പകർന്നു കൊടുക്കുന്നവരാണ് പലരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്ന ഏതൊരു ഉമ്മയും ഉപ്പയും പ്രതികരിക്കുന്ന രീതിയിൽ തന്നെയാണ് ആഷിയുടെ ഉമ്മ പ്രതികരിച്ചിട്ടുള്ളത്. ഉപ്പ മരണപ്പെട്ടു പോയി. ഉപ്പയുടെ മരണം കഴിഞ്ഞ് 7ന്റെ അന്ന് മുതൽ ചാഢ്യം പിടിച്ച് നിന്റെ അടുത്തേക്ക് വരാൻ ആഷി കയറു പൊട്ടിച്ചു എന്നുള്ള ഒരു കഥയാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഉമ്മയെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഉമ്മയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു സമൂഹം ഏത് രീതിയിൽ ചിത്രീകരിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതായിട്ടില്ലല്ലോ. അത്രയേ ഉള്ളൂ. ജാസി ഇവിടെ ഉമ്മയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരെന്തുകൊണ്ട് ഇത് നിർത്തുന്നില്ല എന്ന് എനിക്കറിയില്ല. ബുദ്ധിയുള്ള ആളുകൾ പരമാവധി അത് അവോയ്ഡ് ചെയ്ത് മിണ്ടാതിരിക്കുക ചെയ്യുക. പക്ഷെ വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കാം. നിങ്ങൾക്കൊക്കെ എന്താ ഉണ്ടായത്? തീർന്നല്ലോ. എന്തായാലും അവസാനം നിങ്ങൾ ഉമ്മായും കൊണ്ടുവന്നു. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഉമ്മയെ കൊണ്ടുവന്നപ്പോ സന്തോഷമായി എന്ന് പറയുന്നത്. ഉമ്മയെ ഞങ്ങൾ കൊണ്ടുവന്നല്ല, ഉമ്മയായിട്ട് വന്നതാണ്. ഉമ്മക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരിച്ച ഖബറിന്റെ അടുത്ത് പോലും വരരുത് എന്ന രീതിയിൽ അവർ പറയണമെങ്കിൽ അവർ എത്രത്തോളം കൽപ്പ് തകർത്തുകൊണ്ട് പറഞ്ഞതായിരിക്കും. ഇതൊന്ന് കേട്ടോക്കെ. ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ആണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ജാസി ഒരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഞാൻ കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജാസിയുടെ അടുത്ത ക്ലിപ്പ് വെക്കാം. ഞാൻ ട്രാൻസ് ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് പ്രശ്നം? അല്ലെങ്കിൽ ഞാനും ആഷും ഒരുമിച്ച് ജീവിക്കുന്നതാണോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം? ആഷിയുടെ ഉമ്മ എന്നെ ഞാൻ ഒരിക്കലും കുറ്റമല്ല. കാരണം ആഷിയുടെ പിന്നാലെ പറഞ്ഞ ആശ്രമ ഞാൻ തെറി പറഞ്ഞിട്ട്, ഞാൻ ഒരിക്കലും ആശ്രമ തെറി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, അത് ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആഷിയുടെ ഉമ്മയെ ഞാൻ ഒരിക്കലും തെറി പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പക്ഷെ യൂട്യൂബിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? എന്തിനാ തെറി വിളിച്ചതെന്നുള്ള എക്സ്പ്ലനേഷൻ. അപ്പൊ താങ്കൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ വാക്ക് അവിടെ പോയില്ലേ? അപ്പൊ ഒരു വലിയ നുണ അവിടെ തകർന്നില്ലേ? ഉമ്മ പറയുന്ന ഈ വാക്ക് ഞങ്ങൾ കേൾക്കാതിരിക്കോ? പിന്നെ ജാസി ഇങ്ങനെ പറയുന്നത് മാത്രം ഞങ്ങൾ വിശ്വസിക്കാൻ പാടുള്ള നിയമമൊന്നുമില്ലല്ലോ. ഉമ്മ പറയുന്നത് കേൾക്കാം. അതേസമയം നമ്മൾ വിളിച്ചാല് ഇങ്ങനെ പറയാൻ എന്തിനാ അതിനൊക്കെ നിൽക്കണമെന്ന് ഫോണ് പിടിച്ചെടുക്കും. അപ്പൊ നല്ല അനാവശ്യം വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജാസി ഒരാളെ ജീവിക്കാൻ നമുക്ക് ഇപ്പൊ ദുബായി പോയിട്ട് തന്നെ ജീവിക്കണം എന്നില്ലല്ലോ. നിങ്ങൾ വിടില്ലടി, നീ ആരോട് ചോദിക്കാൻ, അവനെ ഞാൻ വിടൂലടി, പിന്നെ വേറെ വാക്കൊക്കെ പറയും. അപ്പൊ ഞാൻ അങ്ങനെ കരഞ്ഞു വിളിക്കും, വേറെ ഓരോ അനാവശ്യങ്ങളും വിളിക്കും. ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കി എടി എന്ന് വിളിക്കണമെങ്കിൽ ആ ഉമ്മ നിങ്ങളെ കത്തിക്കൊണ്ട് കുത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം, അല്ലേ? നിങ്ങൾ അത്ര അധികം വേദനിപ്പിച്ചിട്ടുണ്ടാവണം. എന്നാലും പറയാൻ പാടില്ലാത്ത വാക്കാണ്. അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യമാണ്. പ്രായത്തിൽ മൂത്ത ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത്. ഈ ജനറേഷനിലൊക്കെ നമ്മൾ കുറെ കണ്ടു. ഇപ്പൊ റെന ഫാത്തിമ എന്നൊരു പെൺകുട്ടി ബിഗ് ബോസിൽ പറഞ്ഞു, അച്ഛൻ എടാ എന്ന് വിളിച്ചാൽ തിരിച്ചു പോടോ എന്ന് വിളിക്കണം എന്നത്രേ. അതൊക്കെ വല്ലാത്തൊരവസ്ഥയാണല്ലേ. ഓക്കെ, ജാസി പറയുന്ന വാക്കുകൾക്കൊന്നും ഉമ്മയുടെ വാക്കുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്റെ ജാസിയെ, നീ അത് മനസ്സിലാക്കുക. എന്തിനു ഉമ്മ നുണ പറയണം? ഉമ്മ ഇനി ഈ വിഷയത്തിൽ നുണ പറഞ്ഞാലും ഞങ്ങൾക്ക് അത് സങ്കടം ഉണ്ടാവില്ല. കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് നൊന്ത് പ്രസവിച്ച മകനാണ്. അതൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അല്ലാണ്ട് ആഷിന്റെ ഉമ്മ തെറി. എനിക്കും ഒരു ഉമ്മയുണ്ട്. ഞാൻ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ പിന്നെ തെറി പറഞ്ഞത് നന്ദിനിയാണ്. കാരണം എന്റെ ലൈഫ് കൊളാക്കി അവൾക്ക് ഞാൻ തെറി പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഒരിക്കലും ആഷിന്റെ പിന്നെ ആഷിന്റെ ഉമ്മനെ ഞാൻ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്ന വ്യക്തിയല്ല. എനിക്ക് ഇങ്ങോട്ടും ആഷിന്റെ ഉമ്മ ചാറ്റ് ചെയ്യാറില്ല. ആഷിയുടെ ഫോണിലേക്ക് ഞങ്ങളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഉമ്മ മെസ്സേജ് അയക്കാറുണ്ട് എന്നല്ലാണ്ട് ഞാൻ ഒരിക്കലും ഫാദർ പറഞ്ഞ പോലെ വൺ ടൈം സീല് ഒരിക്കലും തെളിവ് കൊണ്ടുവന്നു. വൺ ടൈം സീ ആണെങ്കിൽ പോലും ജാസി ഇട്ട ആ വീഡിയോ ഉമ്മാന്റെ ഫോണിൽ ഉണ്ടാവുമല്ലോ, ഓപ്പൺ ചെയ്തിട്ട് അത് കാണിക്കട്ടെ. എന്നാ ഞാൻ വൺ ടൈം സീ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ. ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്. ഉമ്മ ആഷിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ ഫോൺ അപഹരിച്ച് അതിലൂടെ തെറി വിളിച്ചു എന്നുള്ള കാര്യമാണ്. പിന്നെ വാട്സപ്പ് വഴിയുള്ള കാര്യങ്ങളൊക്കെ ഉമ്മയെ നിങ്ങളാണ് വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ വെറുതെ വെല്ലുവിളിച്ച് നാണം കെടാൻ നിൽക്കണ്ട. ഞാൻ കാര്യമായിട്ട് പറയാണ്, ഈ ഒരു വിഷയത്തിൽ ഉമ്മയേക്കാൾ മുകളിൽ നിങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. അത്രത്തോളം വെറുപ്പ് സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. എന്തിനാണ് വെറുതെ? ഞാൻ പറയുന്ന വാക്കുകൾ ഇവിടെയുള്ള എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. പകരം നിങ്ങൾ പറയുന്ന വാക്കുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നേരെ തിരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന വാക്കുണ്ട്, ആഷിയ ഉമ്മാക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഉമ്മമാരോടുള്ള സ്നേഹമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ, അവരുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കുന്നു എങ്കിൽ ത്യജിക്കാൻ തയ്യാറാവുക എന്നൊരു വാക്കുണ്ട്. കേട്ടിട്ടുണ്ടോ? എന്ന് നിന്റെ മൊയ്തീൻ എന്ന ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെ? കാഞ്ചനമാലയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ത്യജിക്കലാണ് ജീവിതം, അങ്ങ് ത്യജിക്കലാണ് പ്രണയം എന്ന് കൃത്യമായി പറഞ്ഞ ഒരു വ്യക്തിയാണത്. അവരിപ്പോഴും ജീവിച്ചിരിക്കുന്ന സ്മാരകമായിട്ട് തുടരുകയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഉമ്മയോട് അത്രയധികം സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഷിയോട് അത്രയധികം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉമ്മയുടെ സ്നേഹം മനസ്സിലാക്കി ആഷിയെ വിട്ടുകൊടുക്കുകയല്ലേ അതിൻ്റെതായ ഒരു ശരി. ഞാൻ ചോദിച്ചതേ. ഒരിക്കൽ ഫോൺ ചെയ്തിട്ട് എന്നോട് പറയണേ, നിങ്ങളെ എനിക്ക് ആശയെ വിട്ടുതരില്ല അല്ലേ? ഞാൻ പറഞ്ഞാൽ വിട്ടുതരില്ല. ഒരു പെണ്ണൊന്നല്ലോ, ഒരു പെണ്ണാണെങ്കിൽ ഞാൻ വിട്ടുതരും. ഞാൻ എന്ത് കല്യാണം കഴിച്ചു തരും? ഒരു പെണ്ണൊന്നല്ലോ, ആണും പെണ്ണും കെട്ടാനല്ലേ? നിങ്ങൾ എന്നെ ഒരു പെണ്ണല്ല എന്ന് പറയാം, നിങ്ങൾ ഞാൻ കാണിച്ചു തരുന്നു. നീ ഒന്നും കാണിക്കൂല.
കാണിച്ചു തരേണ്ടി വന്നു പറഞ്ഞു. എന്നിട്ട് അവനെ ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് അങ്ങനെയാണ് അങ്ങനെ ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് അല്ലെന്താ ഒരു പറഞ്ഞു എന്തൊക്കെ പറയുമ്പോട്ടാണ് ഒരു പെണ്ണുങ്ങൾ എങ്ങനെ ചീത്ത വിളിക്കുക, ഒരു കച്ചറ പെണ്ണുങ്ങൾ അതേപോലെ ചീത്ത വാക്ക് വിളിക്കും. ഞാൻ പറയും വെറും തറയണവനെ, വെറും തറയണവനെ അങ്ങനെ ചീത്ത വിളിക്കും. കുറേയൊക്കെ എൻ്റെ ഫോണിൽ കുറേയൊക്കെ എന്റെ ഫോണിലുണ്ട് എന്ന് ഒന്നും കളഞ്ഞിട്ടില്ല ഉമ്മയുടെ കയ്യിലുണ്ട് കുറച്ച്. നിങ്ങൾ കോള് ചെയ്തുകൊണ്ടാണ് തെറി വിളിച്ചത് എന്നാ പറയുന്നത്. നിങ്ങൾ വാട്സപ്പും 1 ടൈംസിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊന്നും ആരും വിശ്വസിക്കില്ല. ഉമ്മ നിങ്ങളെ തെറി വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് റൈറ്റ് അവർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. നേരെ തിരിച്ച് ആഷി നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് ഉമ്മ തന്നെ പറയുന്നുണ്ട് ജാസിയെ ആഷിക്ക് പേടിയാണെന്നുള്ളത്. നമുക്കൊന്നും കൈ നിർത്തേണ്ട കാര്യമില്ല, ഉമ്മ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടത് കാണിക്കുന്നില്ല? ഈ പാവ ഉമ്മാനെ പിടിച്ച് കുറെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ വെച്ചാൽ ഞാൻ ആശ അങ്ങ് പിരിയും, ഞങ്ങളുടെ ഒഴിവാക്കുന്നതാണോ? നിങ്ങൾ എന്താ വെക്കുന്നത്? ആശിനെ ഇപ്പൊ പിടിച്ചിട്ട് ഓരമ്മാനെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ആശ അവിടെ നിൽക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേറൊരു കല്യാണം കഴിച്ച് ആശ ജീവിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്കറിയാം എന്റെ ആശിനെ, നിനക്കറിയാം നിന്റെ ആഷിയെ. സംഭവം ശരിയാണ്. പക്ഷെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ആഷി ഒരു കല്യാണത്തിന് തയ്യാറായി ഒന്ന് മുടക്കി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഇത് നിങ്ങൾ കേൾക്കണം. കുട്ടികൾ നോക്കി ഇപ്പൊ ഒരു പെൺകുട്ടിനോട് പറഞ്ഞു ആഷിക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ടോ ഞാൻ ആഷിക്കാനെ കെട്ടാ പറഞ്ഞു. എന്താണ് ആഷിയുടെ മറുപടി? ഇനിയിപ്പോ എന്താണ് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, ഇത് വിടാൻ പറ്റണ്ടേ? എങ്ങനെ എനിക്കിഷ്ടമാണ്. ഇനിയിപ്പോ ഇതിപ്പോ എന്താ കട്ടപ്പീസ് തലയെ കുടുങ്ങിക്കല്ലേ, ഇതിന് രക്ഷപ്പെടണം. അടിപൊളി. ആഷിക്ക് സ്ത്രീകളോട് തന്നെയാണ് താല്പര്യം എന്ന് നിങ്ങൾ ഇഷ്ടം പോലെ ഇന്റർവ്യൂകളിലൂടെ പറഞ്ഞൊരു കാര്യമാണ്. അതേപോലെ ഇപ്പൊ ജീവിതത്തിൽ നടക്കുന്നു. ഒരു പെൺകുട്ടി ആഷി ഇഷ്ടമാണെന്ന് പറയുന്നു, വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി വന്നാൽ ഞാൻ കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ ആഷി പറഞ്ഞത്രേ അതിൽ ഞാൻ ഇവിടെ കുടുങ്ങിക്കെടുക്കുകയല്ലേ എന്നുള്ളത്. ഇത് ജാസി കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായ? ആഷി പറഞ്ഞത് ഞാൻ പറയട്ടെ, ഞാൻ ആഷി എന്നെ ഒഴിവാക്കി പോകാതെ ഒരിക്കലും ഞാൻ ആഷിനെ ഒഴിവാക്കി പോകില്ല. പിന്നെ ഞാൻ ഒരിക്കലും ആഷിനോട് പറഞ്ഞില്ല ഓന്റെ ഉമ്മാനെ പോയി കാണരുത്, അല്ലെങ്കിൽ ഓന്റെ ഉമ്മാനെ പോയി വിളിക്കരുത്. ആഷി ഓന്റെ ഉമ്മാനെ പോയി കാണുക, ഉമ്മ പറഞ്ഞത് എല്ലാം നുണയാന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ ഇത്ര സെക്കൻഡ് മതി. പക്ഷെ എന്താ പറയാ, വേണ്ട, എന്തിനാ വെറുതെ ഇനി ഞാൻ ഉമ്മാനെ ഇതില് വലിച്ചയക്കുന്നില്ല എന്ന് വിചാരിച്ചതാ. പക്ഷെ അല്ലല്ല, അങ്ങനല്ല. എന്തായാലും ഉമ്മ കള്ളിയാണെന്ന രീതിയിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നു, ഉമ്മ നുണച്ചിയാണെന്ന രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. എന്റെ കയ്യിൽ തെളിവുണ്ട്, നിങ്ങൾ ആ തെളിവ് പുറത്തു വിടണം. എനിക്കതാ പറയുള്ളത്. ഇപ്പൊ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ടെന്നല്ലേ പറഞ്ഞത്, അവരെങ്കിലും വിശ്വസിക്കില്ലേ ഉമ്മ നുണച്ചിയാണെന്നുള്ളത്? അത് വളരെ മോശമല്ലേ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തിടുക, എന്നിട്ട് ഉമ്മ പറഞ്ഞൊക്കെ നുണയാണെന്ന് നിങ്ങൾ സ്ഥിരീകരിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കാൻ പാടുമോ? എന്റെ കയ്യിൽ തെളിവുണ്ട്, ഞാനത് പുറത്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ ആ ഉമ്മ സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരി ആവും നിങ്ങൾ ധരിക്കുന്നു. പക്ഷെ ഞങ്ങൾ അത് ധരിക്കുന്നില്ല. ഉമ്മയുടെ കൂടെ തന്നെയാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. പിന്നെ അതേപോലെ ഉമ്മ പറയുന്നത് ആഷിക്ക് ഞാൻ ഫുഡ് കൊടുക്കാത്ത വ്യക്തിയാണ്. എന്താ ഉമ്മ ഇങ്ങനെയൊക്കെ തോന്നാൻ പറയുന്നത്? ഒരു മിഠായി കിട്ടിയത് ആഷിക്ക് കൊടുക്കാണ്ട് ഞാൻ കഴിക്കാറില്ല, അങ്ങനത്തെ വ്യക്തിയാണ് ഞാൻ. ഞാൻ ആഷിന് മുമ്പിൽ ആഷിക്ക് ഫുഡ് കൊടുക്കാണ്ട് ഞാൻ ഫുഡ് കഴിച്ചെന്ന് പറയുമ്പോൾ അതൊക്കെ കേക്ക്. പിന്നെ സ്വന്തം മകനെ എത്ര വൾഗറായിട്ടാണ് നിങ്ങൾ മരിച്ചു പോയ ഭർത്താവിനടക്കമുള്ള വ്യക്തിയാണ് ഫഹദും നന്ദിയും. എന്നിട്ട് പോലും അവർ നിങ്ങൾക്ക് നല്ലവരാകുമ്പോൾ ഒന്നും ചിന്തിച്ചൂടെ എല്ലാ ജനങ്ങൾക്കും ഈ ഉമ്മാന്റെ മോട്ടീവ് എന്താന്നുള്ളത്? ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളതാണല്ലോ. ഇവിടെ ഉമ്മയെ ഞങ്ങൾ ആരും കുറ്റപ്പെടുന്നില്ല. ഇപ്പൊ ഫഹദ് ആണെങ്കിലും അതിനെ നന്ദിനി റെഡ്ഡി ആണെന്നുണ്ടെങ്കിലും അവരെല്ലാം ഈ ഉമ്മക്ക് ആ മകനെ വാങ്ങിക്കൊടുക്കാനുള്ള പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് ഉമ്മ പറയുന്നത്. ആ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെ നമ്മൾ എന്ത് പറയാനാണ്? എനിക്കിപ്പോ ഞാൻ നന്ദിനി റെഡ്ഡിയുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളല്ല, ഫഹദിന്റെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാളൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് ട്രോളിലൊക്കെ അവരുടെയും കാണുന്നല്ലാതെ ഞാൻ ഇടപെടില്ല. പിന്നെ ഇപ്പൊ ഈ ജാസിയുടെ വിഷയത്തിൽ തന്നെ ഈ ജാസിയുടെ ചില പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കാര്യങ്ങൾക്കെതിരെ ഞാൻ റിയാക്ട് ചെയ്യുള്ളൂ. ഞാൻ നിരന്തരം പിന്നാലെ നടന്നിട്ട് ഇതുവരെ ഞാൻ ആ കോൽക്കളി എന്നുള്ള വാക്കോ കുണ്ടൻ എന്ന ആ വാക്ക് പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. എനിക്കത് പറയണമെങ്കിൽ പറയാലോ, എനിക്ക് റീച്ച് കിട്ടൂല ഒരുപാട്, ഞാനത് പറയുന്നില്ല. എന്തിനാ വെറുതെ? ഇവിടെ വിഷയം എന്താ? ഇവിടെ നിങ്ങൾ ഈ ഉമ്മയെ ഇങ്ങനെ നുണച്ചി എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ കാണുന്നു. അതേപോലെ തന്നെ ഒരു പ്രകൃതി നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നു. അതൊന്നും കൂടാതെ ഇസ്ലാം മതത്തിനെ പോലും ഒരു എന്താണ് പറയാ താറടിച്ച് കാണിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നുള്ളതാണ്. കൃത്യമായ ഇസ്ലാമിക വിധി പ്രകാരം പുരുഷനായും സ്ത്രീയായും തുടരുക എന്നുള്ള ഒരു കാര്യമാണ്. അതിനെതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ ഒരു മതപരമായി നോക്കുകയാണെങ്കിൽ തെറ്റാണ്. ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ മതവിശ്വാസം ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ നിസ്കാരത്തെ കുറിച്ച് പറയുന്നു, മറ്റുള്ള കുറെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതൊരു മോശപ്പെട്ട ഒരു കാര്യവും. ഇനി മതങ്ങളൊക്കെ മാറ്റി നിർത്താമെന്നുണ്ടെങ്കിൽ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെന്നുണ്ടെങ്കിലും ഏത് മതമാണെന്നുണ്ടെങ്കിലും അവർക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ ഒരു കാര്യം. മകൻ മകനായിട്ടും മകൾ മകളായിട്ടും തുടരുക എന്ന് തന്നെയാണ് അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ഒഴിവാക്കി വരട്ടെ, എല്ലാം ഒഴിവാക്കി വന്ന് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഒന്നും ചോദിക്കൂല. എനിക്ക് എന്റെ മോൻ മതി, സ്വത്തോ മുതലോ പണം ഒന്നും വേണ്ട. ഈ കുട്ടീനെ എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് ആയുള്ള സമ്പത്തിന്റെ 3 മക്കളാണ്. എനിക്കത് ആരോടും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പറയാൻ പറ്റുമോ? എന്റെ മരുമക്കളോട് എനിക്ക് പറയാൻ പറ്റുമോ? ആഷിക്ക് എങ്ങനെയാണ്, ആഷിക്ക് അങ്ങനെയാണ്, എന്റെ വേദനയോട് പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റിയ കാര്യമാണോ?
എനിക്ക് എൻ്റെ കുടുംബങ്ങളോട് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ പറയും എവിടെയാണെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ഉണ്ട്, ചോദിക്കൂല, എൻ്റെ വിഷമം കൊണ്ട് ചോദിക്കൂല. അപ്പം മരിച്ചിട്ട് ഇത്ര ആയിട്ടുള്ളൂ, ആ വിഷമം കൊണ്ട് അവിടെ ഇരിക്കുക. ഞാൻ അവനോട് ചോദിക്കണ്ട, ആരും ഒന്നും ചോദിക്കണ്ട, ഞങ്ങളെ ചോദിക്കൂല, അവനോടൊന്നും ചോദിക്കരുത്, അവൾക്ക് വേദന, ആരും ചോദിക്കൂല. ജാസി ചോദിച്ചില്ലേ എന്താണ് ഉമ്മയുടെ മോട്ടീവ്, ഉമ്മ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത്. ഉമ്മക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അവരുടെ മക്കളാണ് അവരുടെ സ്വത്ത്, അത് തിരിച്ചു പിടിക്കണം. അതിന് ആ ഉമ്മയുടെ കൂടെ തന്നെ ഈ സമൂഹം നിൽക്കും. ഞാൻ ഉമ്മാനെ കുറ്റപ്പെടുത്തില്ല. എന്റെ ഉമ്മ ഇങ്ങനെ തന്നെയായിരുന്നു. എന്റെ ഉമ്മ ഒരിക്കലും ഞങ്ങൾ ഈ ബന്ധത്തിന് ഇതായിരുന്നില്ല, സപ്പോർട്ട് ആയിരുന്നില്ല. എന്റെ ഉമ്മ ദുബായിൽ വന്ന് എന്റെ മാഷിന്റെ സ്നേഹം കണ്ടതിന് ശേഷമാണ് എന്റെ ഉമ്മ മാറിയത്. കാരണം അത് എന്റെ സന്തോഷത്തിന് വേണ്ടി മാറിയതായിരിക്കും ഒരു പക്ഷേ. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉമ്മ മാറി, അതിനനുസരിച്ചിട്ട് മറ്റുള്ള ആളുകൾ മാറണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മണ്ടത്തരല്ലേ. ഈ വിഷയത്തിൽ ആഷിയുടെ ഉമ്മ പറയുന്നൊരു വാക്കുണ്ട്, ജാസിയുടെ ഉമ്മയോട് പറഞ്ഞു ഏൽപ്പിച്ചത്രേ എന്റെ മകനെ ഒന്ന് രക്ഷിക്കണമെന്ന്. അങ്ങനെ ജാസിയുടെ ഉമ്മ സമ്മതിച്ചു, ഞാനത് സംസാരിച്ചു നോക്കട്ടെ എന്നുള്ളത്. അതിനുശേഷം അവർ ഓക്കെ എന്നുള്ളതാ ഉമ്മ പറയുന്നത് കേൾക്കാം. ഈ ജാസിന്റെ ഉമ്മ അവിടെ പോയിരിക്കുമ്പോൾ അവിടെ പോയിരുന്നു ഈ തള 3 മാസം അവിടെ നിന്നിട്ട് ഈ പെർഫ്യൂമിന്റെ ഓണറിന്റെ വീട്ടിലെ പോയിരുന്നു. അപ്പൊ ഈ സ്ത്രീ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ നാട്ടിലല്ലേ, നിങ്ങൾ അതൊന്ന് ശരിയാക്കിയിട്ട് എന്റെ കുട്ടിനെ ഒന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അപ്പൊ ജാസി കരഞ്ഞപ്പോ നമുക്ക് സങ്കടമായിത്തണം. അപ്പൊ എന്റെ മോനെ എങ്ങനെ പറയണം, അങ്ങനെ നീ ജീവിക്കും, അങ്ങനെ എന്റെ മോനിക്ക് വേണ്ടി നീ ജീവിക്കും. അപ്പൊ അതുപോലെ പറ്റത്തുള്ളൂ ഞാൻ. അപ്പൊ എന്റെ വേദന കാണണ്ട. അപ്പൊ ആ സ്ത്രീ പറയണ്ട, നീ ഇങ്ങോട്ട് വരണ്ട, നീ നിന്റെ ഉമ്മാന്റെ അടുത്തേക്ക് പോവണ്ട, നിങ്ങൾ പരിഹാരം കാണണ്ട. ഇവര് എന്റെ ഉമ്മ എങ്ങനെ പറയണ പോലെ നിങ്ങൾ ജീവിക്കുമെന്ന് എങ്ങനെ ഉണ്ടാവും? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജാസിയുടെ ഉമ്മാനെ അവർ കൺവിൻസ് ചെയ്യിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട്, അതേപോലെ ആഷിയുടെ ഉമ്മയെ കൺവിൻസ് ചെയ്യാൻ നിങ്ങളോട് കഴിയില്ല. അത് ആ ഉമ്മയും ഈ ഉമ്മയും തമ്മിലുള്ള ഡിഫറൻ്റ് ആണ്. മനുഷ്യന്മാർ പല രീതിയിലാണ്, അതുകൊണ്ടാണ് മനോഭാവങ്ങൾ മാറുന്നുള്ളതാണ്. എന്താലേ എന്നിട്ട് എൻ്റെ ഉമ്മ സമ്മതിച്ച്, പിന്നെ ആഷിയുടെ ഉമ്മക്ക് എന്താണ് എന്നുള്ളത്. നിങ്ങൾക്ക് എന്താ വിചാരിക്കുന്നത്? ആഷിനെ ഞാൻ ഇപ്പോൾ ഉള്ളത് എന്റെ നാട്ടിലാ. ഇപ്പൊ ആഷിക്ക് ഓരോ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് സമയം പോരെ ഓർക്ക് ഓരോ വീട്ടിലേക്ക് പോകാനായിട്ട്? അതിനുള്ള മറുപടി ആഷിയുടെ ഉമ്മ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് കേൾക്കാം. അപ്പൊ ഞാൻ ചോദിച്ചിട്ടാ, നിങ്ങൾ വിളിക്കുമോ, നീ കേട്ടില്ല, ഞാൻ കൊടുക്കുമോ? ഞാൻ കൊടുക്കും. എപ്പോൾ കൊടുക്കും ചോദിച്ചു. എപ്പോൾ നീ കൊടുക്കും? ഭയങ്കര പേടിയാണ് ജാസിന്, ഭയങ്കര പേടിയാണ് ജാസിന്. ഭയങ്കര പേടിയാണ് ജാസിയെ. ഉമ്മ ആഷിയെ ഫോൺ വിളിച്ചപ്പോ ആഷിയുടെ ഫോൺ ജാസി എടുത്ത് ഉമ്മയെ തെറി വിളിച്ചു. ഈ തെറിയെല്ലാം കേട്ട് ആഷി അടുത്ത് നിന്നിരുന്നു. ആഷിയോട് ചോദിക്കുകയാണ് ഉമ്മ, നീ എന്തുകൊണ്ട് ഉമ്മയെ തെറി വിളിച്ചപ്പോൾ മിണ്ടിയില്ല? ഞാൻ കൊടുത്തു കൊള്ളാം എന്ന്. പിന്നെ എന്തുകൊണ്ടാ കൊടുക്കാത്തറിയോ? പേടിയായിട്ടാണെന്നാണ് ഉമ്മ പറയുന്നത്. അല്ലേ? പിന്നെ ഫഹദ് പറയുന്നത് ഞാൻ ട്രാൻസ് അല്ല, ഞാൻ പെണ്ണല്ല. വീണ്ടും വീണ്ടും എന്നെ കുണ്ടൻ ഒരാൾ സ്വന്തം. നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ് ജാസി ഒന്നുകിൽ ആണാവും അല്ലെങ്കിൽ പെണ്ണാവുമെന്ന്. ഇപ്പൊ ഞാൻ ഒരു പെണ്ണായി നിൽക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം അല്ലേ? നമുക്കെന്ത് പ്രശ്നം? നിങ്ങൾ പെണ്ണായാലും ആണായാലും ഒരു കുഴപ്പമില്ല. ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്തുകൊണ്ട് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു എന്നുള്ളത്. ഇതിനുള്ള മറുപടി ആഷിയുടെ ഉമ്മയല്ലേ പറയേണ്ടത്, ഉമ്മ പറയും. ഒരു പെണ്ണാണ് ഞാൻ കൊടുക്കും. ഇതൊരു പെണ്ണല്ലല്ലോ, ഒരു പെണ്ണല്ലല്ലോ, ഒരു ആണും പെണ്ണും കെട്ടാനോട് ജീവിക്കാൻ പറ്റും. പക്ഷെ അവന്റെ അമ്മ നല്ല സപ്പോർട്ടാണ്. കണ്ടില്ലേ? അത്രേ ഉള്ളൂ. അതിനുള്ള മറുപടി അതാണ്. എന്തായിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇതേപോലെ തന്നെ ആദില നൂറിന് എല്ലാവരും ഇട്ട് ക്രൂശിച്ചത്. ഇപ്പൊ അവര് ബിഗ് ബോസിൽ പോയി അവർ സ്നേഹം കണ്ടപ്പോ എല്ലാവരും പറഞ്ഞു എന്ത് നല്ല സ്നേഹമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ സ്നേഹത്തിനെയും ആൾക്കാരെ അംഗീകരിക്കും, ഞങ്ങളെ സ്നേഹത്തിനെയും ആൾക്കാരെ ഉദാഹരണം പറയുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ബഹുവൽക്കരിക്കല്ലേ, ബഹുവചനം വേണ്ട. ആദിലെയും നൂറയെയും എല്ലാവരും അംഗീകരിച്ചു എന്നൊക്കെ എങ്ങനെ പറയാ? ഞാനൊന്നും ആ ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലും താല്പര്യമില്ലാത്ത ഒരാളാട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രകൃതി നിയമത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ആളാണ്. പിന്നെ പല ആളുകളും കമന്റ് ഇടും, അതായത് അവരുടെ താല്പര്യമില്ല. അവരുടെ താല്പര്യമാണ്, സോഷ്യൽ മീഡിയയിൽ വരുന്നത് കൊണ്ട് നമ്മുടെ താല്പര്യം നമുക്ക് ഇവിടെ പറയും ചെയ്യാലോ എന്നുള്ളതാണ്. ഇവിടെ ആദിലയും നൂറയും പെണ്ണാണ്, അവർ പെണ്ണായിട്ട് തന്നെയാണ് തുടരുന്നത്. അത് മാത്രമേ എനിക്ക് പോയിന്റ് കാണിക്കാനുള്ളൂ. എനിക്ക് ഈ ദുനിയാവിൽ എനിക്ക് നീതി കിട്ടൂല, കാരണം എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഉമ്മയാണ്. അപ്പൊ ഉമ്മാന്റെ വാക്കേ കേൾക്കുള്ളൂ, അത് സത്യമാണ്. ഇപ്പൊ നാളെ എന്റെ ഉമ്മ വന്ന് പറയാണ് ജാസി വളരെ മോശമായ ഒരു വ്യക്തിയാണ്, ഞാൻ വന്ന് പറയാണ് ഒരിക്കലും ഉമ്മ പറഞ്ഞ നുണയാണ്, ഞാൻ മോശമായ വ്യക്തിയല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആൾക്കാർ എന്റെ ഭാഗം കേൾക്കില്ല, എന്റെ ഉമ്മാന്റെ ഭാഗമേ കേൾക്കുള്ളൂ. അത് നമ്മളെ ജനങ്ങള് ഉമ്മമാരെ അല്ലെങ്കിൽ അമ്മമാർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണ്, അതിനെ ഞാൻ ബഹുമാനിക്കുന്നത്. എനിക്ക് ഒരു കുഴപ്പമില്ല. ആ വാക്കിനെ ഞാൻ ബഹുമാനിക്കുന്നു, ഉമ്മ എന്ന വാക്കിനെ റെസ്പെക്ട് കൊടുക്കുന്നു എന്നാ പറയുന്നത്. പക്ഷെ ആഷിയുടെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവരെങ്ങനെയാണ് റെസ്പെക്ട് തന്നതെന്നുള്ളത്. വരണം, എന്റെ മോനിന്റെ അടുത്ത് വരണം, എല്ലാം ഒഴിവാക്കി വാങ്ങണേ. അവൻ പെണ്ണോ ആണോ, അവൻ എങ്ങനെ അവന്റെ അതിൽ ജീവിച്ചോട്ടെ, അത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അവനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത് അവന്റെ വീട്ടിൽ അവൻ എങ്ങനെയും ജീവിച്ചോട്ടെ, പെണ്ണായിട്ടോ പെണ്ണാവാണ്ടോ ഓപ്പറേഷൻ ചെയ്യാണ്ടോ എങ്ങനെ ജീവിച്ചോട്ടെ, ഇവ ഇങ്ങോട്ട് വരണം, എല്ലാം ഒഴിവാക്കിയിട്ട് വരണം. അത്രേ ഉള്ളൂ. ആ ഉമ്മ ഇതാണ് ചോദിക്കുന്നുള്ളൂ, നീ എങ്ങനെ വേണം ജീവിച്ചോ, എനിക്ക് എന്റെ മകനെ തിരിച്ചു തന്നാളെ എന്നുള്ളത്. ഉമ്മയോട് റെസ്പെക്റ്റും ഭയങ്കര ബഹുമാനമൊക്കെ ഉള്ള ആളല്ലേ, കഴിയുമെങ്കിൽ അതൊന്ന് നിറവേറ്റി കൊടുക്ക്. കാരണം ഞാൻ സത്യമാണ്. അതുകൊണ്ട് കർമ്മ എന്ന സംഭവം ഉണ്ടെങ്കിൽ അത് തിരിച്ചു വന്നിരിക്കും, അത് തിരിച്ച് കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പടച്ചോ ഈ ദുനിയാവിൽ എനിക്ക് നീതി കിട്ടില്ലെങ്കിൽ പടച്ചോന്റെ ദുനിയാവിൽ എനിക്ക് കോടതിയിൽ എനിക്ക് നീതി കിട്ടും തന്നെ ഞാൻ വിചാരിക്കുന്നത്. പടച്ചോന്റെ കോടതിയിൽ ഇസ്ലാം വിധി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത്
പുരുഷൻ പുരുഷനായിട്ട് തുടരണം, പെൺവേഷം കെട്ടി നടക്കരുത്, സ്ത്രീ പുരുഷവേഷം കെട്ടി നടക്കരുത്. അതിന് വലിയ ശിക്ഷ വാങ്ങേണ്ടി വരും. ഓക്കെ, അത് കഴിഞ്ഞേ ഉമ്മ പറഞ്ഞ കള്ളത്തരങ്ങൾക്ക് ഇവിടെ ഇമ്മക്ക് ഇതാക്കിയെങ്കിലും നാളെ പടച്ചോന്റെ കോടതിയിൽ ഇമ്മ പറഞ്ഞ കള്ളത്തരങ്ങൾ പൊളിയും. അത് ഉമ്മ ആലോചിച്ച് തന്നെ. ഉമ്മ ഇതേപോലെ പറയണ്ടേ, നിസ്കാരം നിലവാരമുള്ള ഒരു ഉമ്മല്ലേ, എന്തിനാണ് ഉമ്മ അങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നത്? ഒരു കള്ളം പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇത് ഇന്നല്ലെങ്കിൽ നാളെ പടച്ചതിന് മുമ്പിൽ നിങ്ങൾ പറയേണ്ടി വരൂലേ? അത് നിങ്ങൾ ചിന്തിക്കുക. ഒലക്ക അവിടെ പോയി കഴിഞ്ഞാൽ ഉമ്മയങ്ങ് മാറ്റി നിർത്തുള്ളൂ, ഉമ്മനെ മാറ്റി നിർത്തുള്ളൂ. ഉമ്മക്ക് കണ്ട് മോനാണ്, ഉമ്മാന്റെ മോനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉമ്മ അവിടെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി നുണ പറഞ്ഞു നിങ്ങൾ പറയുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഇനി ഉമ്മ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലും പടച്ചോൻ പോലും അത് പുറത്തു കൊടുക്കും. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഇസ്ലാമിക് വിധി ഉണ്ട്. അതെന്താണ്? അതാണ്. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഉമ്മ ദീനിയായിട്ടുള്ള നിസ്കാരമൊക്കെ ചെയ്യുന്ന ഒരു പാവാണ് ഉമ്മ. ഉമ്മക്ക് മകനെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉമ്മ നുണ പറഞ്ഞിട്ടുണ്ടാവുക. അതെന്തായാലും ഈ നാട്ടുകാർക്ക് കുഴപ്പമില്ല. പിന്നെയാണോ പടച്ചോന്റെ അടുത്ത് പോയാൽ പടച്ച ഉമ്മാനെ കുറിച്ചിട്ട് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ? ഉമ്മ ആരാണ് എന്താണെന്ന് ഖുറാനൊക്കെ ഒന്ന് മറച്ചു നോക്കിയാൽ മനസ്സിലാവൂ. അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നിങ്ങളുടെ മകനെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ ഫഹദിന്റെ ഭാഗം കേട്ടിട്ട് നന്ദിന്റെ ഭാഗം കേട്ടിട്ട് സ്വയം ബുദ്ധി മറന്ന് ഉമ്മ പറയില്ല. ഉമ്മ അത് തെറ്റാണ്. ഉമ്മ വീണ്ടും വീണ്ടും കുണ്ടൻ അവൻ പെണ്ണല്ലോ, അവൻ ചെണ്ണല്ലോ, അവൻ ഒമ്പതല്ലെന്ന് അല്ലെങ്കിൽ കുണ്ടനെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക. ഇന്നത്തെ സമൂഹത്ത് ഒരുപാട് പേര് അംഗീകരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങള്, ഒരുപാട് ഉന്നതിയിലുള്ള വ്യക്തികളാണ് ഞങ്ങള്, ഒരുപാട് നേട്ടങ്ങൾ നേടിയ വ്യക്തികളാണ് ഞങ്ങള്. ട്രാൻസ് പക്ഷേ ഇന്ന് ഞാനും ആശ മാത്രമല്ല ഒരു ആൾക്കാരെ കല്യാണം കഴിച്ച ഒരു വ്യക്തികള്. ഇഷ്ടം പോലെ ആൾക്കാർ ലോകത്ത് കല്യാണം കഴിക്കുന്നു, ഇഷ്ടം പോലെ ആൾക്കാർ ജീവിക്കുന്നു, ഇഷ്ടം പോലെ ആൾക്കാർ അംഗീകരിക്കാനുള്ള മനസ്സ് കാണിക്കണം. നൊന്ത് പ്രസവിച്ച ഉമ്മ ഇത് അംഗീകരിക്കണം. ഈ കോപ്രായത്തരങ്ങളൊക്കെ കാണാൻ അംഗീകരിക്കണം അല്ലെ? അടിപൊളി. ഇതിനെയാണോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന? സപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അങ്ങനെ കല്യാണം കഴിച്ചവരെന്നല്ലേ പറയുന്നത്. അവരുടെ ഫാമിലി ഒന്നും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. കാരണം അവര് മടുത്ത് പോയി ഒഴിവാക്കിയതാവും, അല്ലെങ്കിൽ അവര് ഓക്കെ താല്പര്യമുള്ള ആളുകളാവാം, അങ്ങനെയും പറയാലോ. എന്തുകൊണ്ട് ആഷിയുടെ ഉമ്മക്ക് റിയാക്ട് ചെയ്തുകൂടെ? സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ മാത്രം കിടന്നിട്ട് വീഡിയോ ചെയ്താൽ മതിയോ? പോരല്ലോ. ഉമ്മ മിണ്ടാതിരുന്ന അത്രയും നാള് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ഒരു കല്യാണത്തിന് പോലും പോകാൻ കഴിയാതെ തലകിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വന്ന എന്താണ്? അപ്പൊ നിങ്ങൾ ചിന്തിച്ചൂടെ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ മകനെ ഒരു ട്രാൻസിനെ കല്യാണം കഴിച്ചോളൂ, നിങ്ങൾ സമ്മതിക്കൂല്ലല്ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അതൊരു തെറ്റാണ്, വൾഗറാണ് എന്ന രീതിയിൽ നിങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് വെറുതെ അങ്ങോട്ട് പറഞ്ഞതാണോ? വെറുതെ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണോ പറയുന്നത്? അല്ലല്ലോ. അപ്പൊ എനിക്ക് എന്നാ പറയാനുള്ളൂ, ഉമ്മ പറഞ്ഞ വാക്കുകളെ നിങ്ങൾക്ക് ഇനി എന്ത് പറഞ്ഞാലും അതിന്റെ കവച്ച് വെക്കാൻ കഴിയില്ല. ഉമ്മ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. മനസ്സിലാക്കി അംഗീകരണങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. ഞങ്ങളെ പഠിച്ച റബ്ബിന്റെ കോടതിയിൽ പഠിച്ച റബ്ബ് അംഗീകരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇവിടെ എനിക്ക് നീതി കിട്ടൂല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഉമ്മ ആയതുകൊണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. നന്ദി. വാക്കുകളിൽ അല്ല റെസ്പെക്ട് വേണ്ടത്, മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വരേണ്ടത്. ആ ഉമ്മയെ നിങ്ങൾ വിളിച്ച തെറികളെ കുറിച്ച് ഉമ്മ പറയുന്നുണ്ട്. നിങ്ങൾ ആ മകനെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതിനെ കുറിച്ച് ഉമ്മ പറയുന്നുണ്ട്. വാക്കുകളിലൂടെ നിങ്ങൾ ഇപ്പോഴും സത്യം പറഞ്ഞ റെസ്പെക്ട് കൊടുത്തിട്ടില്ല. എന്റെ കയ്യിൽ തെളിവുകളുണ്ട്, ഞാൻ വേണമെങ്കിലാണ്ട് എടുത്തിടുന്ന പറയുന്നത്. വെല്ലുവിളിയാണ് അവിടെ, ഉമ്മ നുണച്ചിയാണെന്ന് പറയുന്നത്. ഈ ഉമ്മാന്റെ വാക്കുകളോട് കൂടി വീഡിയോ അവസാനിപ്പിക്കാം. ഉമ്മയുടെ ഈ നെഞ്ച് തകർന്ന് കരഞ്ഞുകൊണ്ടുള്ള ഈ വാക്കുകളിലൂടെ. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു കാലത്ത് ഉമ്മ എന്നെ സ്വീകരിച്ചമ്മന്റെ അടുക്കളയിൽ ഞാൻ വരുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയും നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയുന്നു എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്. ഇപ്പൊ അല്ലാത്ത അപ്പൊ എന്തിനാണ്? ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാനമൊക്കെ തരട്ടെനിക്ക്. ഞാൻ മരിച്ച എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നില്ല പറഞ്ഞാൽ ഞാൻ മരിച്ചാലടക്കം എന്റെ മയ്യത്ത് പോലും കാണാൻ വരരുത്. ഈ കണ്ണുനീരിൽ ന്യായമുണ്ട്, ഈ കണ്ണുനീരിൽ സത്യമുണ്ട്. ജാസി, നിന്റെ വാക്കുകളിൽ അത് എവിടെയും കിടക്കുന്നില്ല. മതപരമായ കാര്യങ്ങളിലൂടെയാണെങ്കിലും മാനുഷികപരമായുള്ള കാര്യങ്ങളിലൂടെയാണെങ്കിലും ഉമ്മാന്റെ അടുത്തേക്ക് എത്തിക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരിക്കലും കഴിയില്ല എന്ന് മാത്രം പറയുന്നുള്ളൂ. വീണ്ടും പരമാവധി വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.